ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റ് ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. സുക്മ ബിജാപൂർ അതിർത്തിയിലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ബിജാപൂരിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയ സ്ഫോടനത്തിൽ കഴിഞ്ഞ ദിവസം 9 ജവാന്മാരായിരുന്നു വീരമൃത്യു വരിച്ചിട്ടുണ്ടായിരുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, തുടരെ മാവോയിസ്റ്റ് ആക്രമണം ഛത്തീസ്ഗഡിൽ തുടരുന്നു. ശക്തമായ രീതിയിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. രജനി, ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുകയാണ്. ഇന്നിപ്പോൾ ബീജാപൂർ അതിർത്തിയിൽ വനമേഖലയിലാണ് സുരക്ഷാ സേനയും കമ്മ്യൂണിസ്റ്റ് ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ ഛത്തീസ്ഗഡ് പോലീസിന്റെ പ്രത്യേക വിഭാഗവും CRPF-ഉം മറ്റ് സുരക്ഷാ ഏജൻസികളും സംയുക്തമായാണ് മേഖലയിൽ പരിശോധന നടത്തിയത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ബീജാപൂരിൽ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയിട്ടുള്ള കുഴിബോംബ് സ്ഫോടനത്തിൽ രാജ്യത്തിന് 9 സൈനികരുടെ ജീവൻ നഷ്ടമായത്. ഇതിന് ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ളത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നു. ഈ സ്ഫോടനം നടത്തിയതിൽ ഉൾപ്പെട്ട സംഘത്തെയാണ് ഇപ്പോൾ ബീജാപൂർ വനമേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വളഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതിന്റെ വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അത് ഉന്നത ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ലഭ്യമാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ശക്തമായി ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര വിരുദ്ധ പോരാട്ടം, മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഛത്തീസ്ഗഡ് മേഖലയിൽ, കാരണം നിലവിൽ രാജ്യത്തിൽ ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഉൾപ്പെടെ വളരെ ചുരുക്കം ചില മേഖലയിൽ മാത്രമാണ് മാവോയിസ്റ്റ് സാന്നിധ്യം നിലനിൽക്കുന്നത്. 2026 രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. അതനുസൃതമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ബീജാപൂരിൽ തന്നെ മാവോയിസ്റ്റ് ഭീകരർ നടത്തിയ IED സ്ഫോടനത്തിൽ രാജ്യത്തിന് 9 സൈനികരെ നഷ്ടമായത്. ഈ സംഘത്തെയാണ് നിലവിൽ ബീജാപൂർ വനമേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വളഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഛത്തീസ്ഗഡിലെ ബിഷ്ണുപൂർ മേഖലയിൽ നടത്തിയിട്ടുള്ള സംയുക്ത പരിശോധനയിൽ 5 മാവോയിസ്റ്റ് ഭീകരരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വധിച്ചിരുന്നു. ഭീകരർക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരും കേന്ദ്ര സംസ്ഥാന നേതൃത്വവും നൽകുന്ന, അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും നൽകുന്ന മുന്നറിയിപ്പ് എന്നുള്ളത് ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ട് നിയമാനുസൃതമായ പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുക, അതല്ലെങ്കിൽ ശക്തമായ നിയമ നടപടി നേരിടാൻ തയ്യാറാവുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ബീജാപൂർ വനമേഖലയിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ജിഷ്ണുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.